ചുമ്മാ യൂട്യൂബിൽ കുറച്ച് വീഡിയോ കാണണം, പിള്ളേരെ കാണിക്കുമ്പോഴത്തേക്ക് ഐഫോൺ ആപ്പിളിൻ്റെ ലോഗോ പൊക്കി കാണിക്കണം, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു സ്റ്റാറ്റസ്. നമ്മളുടെ ലൈഫിലെ എല്ലാ ഗോൾസിനും നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ പർപ്പസ് പലപ്പോഴും മാറും, പക്ഷെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പർപ്പസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്താണോ വേണ്ടത്, ആ വേണ്ടത് എന്തിനാണെന്ന് ആദ്യം ചോദിക്കണം. ഒരു ഐഫോൺ മേടിക്കണം, നല്ല ഗോളാണ്, പക്ഷെ വൈ? എന്തിനാ ഐഫോൺ? എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതും, എൻ്റെ പർപ്പസ് ഈസ് ടു മേക്ക് ദ ബെസ്റ്റ് വീഡിയോ ആൻഡ് ഇൻസ്പയർ മില്യൺസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. പർപ്പസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ചുമ്മാ യൂട്യൂബിൽ കുറച്ച് വീഡിയോ കാണണം, പിള്ളേരെ കാണിക്കുമ്പോഴത്തേക്ക് ഐഫോൺ ആപ്പിളിൻ്റെ ലോഗോ പൊക്കി കാണിക്കണം, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു സ്റ്റാറ്റസ്. അങ്ങനെ പർപ്പസ് വെക്കാം, പക്ഷെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. നന്മയുള്ള പർപ്പസ് ഉണ്ടാവണം. സെയിൽസിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെറും പൈസ ഉണ്ടാക്കലായിരുന്നു എൻ്റെ പർപ്പസ്. പക്ഷെ പോകെ പോകെ ഞാൻ റിയലൈസ് ചെയ്തു, പൈസ ഉണ്ടാക്കലല്ല സെയിൽസ്. വൈ എന്ന് ചോദിക്കുമ്പോൾ, വൈ ആർ വി ഇൻ ദ ബിസിനസ് ഓഫ് സെല്ലിംഗ്? നമ്മൾ എന്തുകൊണ്ടാണ് സെയിൽസിൽ ഉള്ളത് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. എന്നാലേ നമുക്ക് വിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസിൽ വന്നാൽ പൈസ കിട്ടും, ഫ്രീഡം, സക്സസ്, നമുക്ക് വളരെ സക്സസ്ഫുൾ ആകാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ലൈഫിലെ എല്ലാ ഗോൾസിനും നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കണം.